19 വായനാ ദിനം. അപ്പൊ വായനാ ദിനമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ എക്സാമിനർ ഫാമിലിയിൽ ഒരു ആഘോഷം വെക്കുന്നില്ല? അങ്ങനെയായാലും എല്ലാവരും വിചാരിക്കുന്നില്ല. അപ്പൊ മക്കളെ, നമ്മുടെ എക്സാമിനർ ഫാമിലിയിൽ ഇത്തവണത്തെ വായനാ ദിനം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പോവാണ്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വിസ് മത്സരമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല മിടുക്കികളായിട്ടുള്ള വായിച്ച് വളർന്ന് പന്തലിച്ച 3 മിടുക്കി കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് കുമാരി ദിൽഷ, 10 വർഷം മുന്നേ. 2 ശ്രദ്ധിക്കുക, 2 കുമാരി ശ്രുതി. മൂന്നാമതായി നമ്മുടെ കൂടെ ഉള്ളത് കുമാരി കേട്ടിയാണ്. അപ്പൊ ഈ 3 കുമാരികൾ കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ വായനാ ദിനത്തിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പോകുന്നത്. ബസ് റൗണ്ട് ആണ് നമ്മൾ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 അടിപൊളിയായിട്ടുള്ള ബസ്സേഴ്സ് ആണ് അവരുടെ ഫ്രണ്ടിൽ. എല്ലാം വർക്ക് ചെയ്യുന്നില്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. യെസ്, വർക്കിംഗ് ആണ്. അപ്പൊ എല്ലാ 3 ബസ്സേഴ്സ് ഉണ്ട്. ഈ 3 ബസ്സേഴ്സ് വഴിയായിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആര് ജയിക്കണം നമ്മുടെ 3 കുമാരികളുണ്ട്. ഈ 3 കുമാരികളിൽ ആരായിരിക്കും ഇന്നത്തെ നമ്മുടെ ക്വിസ് മത്സരത്തിന് വിജയികൾ എന്നുള്ളത് ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താഴെ എന്ത് ചെയ്യുക, വേഗം കമന്റ് കഴിഞ്ഞ് കഴിയുമ്പോ ആരും വിഷമിക്കരുത്. ശ്രുതിന് കൂടുതൽ കമന്റ് കണ്ടാല് നമുക്ക് നോക്കാം. മക്കളെ, ആദ്യം നമുക്കൊരു ട്രയൽ അടിക്കാം. ഇവരുടെ ബസ്സറൊക്കെ കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ ഒരു പറയും ബസ്സർ വർക്ക് ചെയ്തില്ല, ഞാൻ ആദ്യം പറഞ്ഞ കേട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രയൽ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ഹാൻഡ്സ് ഓൺ ദ ബസ്സർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്നാണ് വായനാ ദിനം? ഇന്ന്. അടുത്തൊരു ചോദ്യം, ഇതിന് ബസർ അടിക്കുക, ആൻസർ പറയാം കേട്ടോ. ആരുടെ ചരമവർഷമാണ്? PM മണിക്കർ. ഞാൻ ചോദിച്ചിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി പറഞ്ഞതിന് ശേഷം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻസ് കൂടി വായിച്ചതിന് ശേഷം മാത്രമാണ് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവരെ ഞാൻ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരിക്കും. ജഡ്ജിയുടെ തീരുമാനം അന്തിമമായിരിക്കും. എല്ലാവരും കൈവിട്ടിരിക്കുക. ഓക്കെ, റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാം. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ അറിയില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ കേട്ടതിന് ശേഷം മാത്രം മനസ്സിലാക്കില്ല. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, ഉള്ളൂർ ചിരിശ്ശേരി വള്ളത്തോൾ, ഇടശ്ശേരി കുമാരനാശൻ എഴുത്തച്ഛൻ, ഉള്ളൂർ എഴുത്തച്ഛൻ നമുക്ക് പറയാം. ഞങ്ങളോട് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉത്തരം ആർക്കറിയാം എന്നുള്ളതിലല്ല കളി. ആര് ബസർ ആദ്യം അടിക്കുന്നു. ദിൽഷാമിസിനെ കുറച്ച് അടുത്താന്ന് തോന്നുന്നു ബസർ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാം. വീണ്ടും ദിൽഷാമിസിന്റെ ബസർ അടിക്കുന്നു. നമുക്ക് നോക്കാം. മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. ആദ്യ നോവൽ ഇന്ദുലേഖ. പക്ഷെ അതല്ല ക്വസ്റ്റ്യൻ. ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രുതി മിസ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവാണ്. ഓപ്ഷൻസ്: OV വിജയൻ, ചെറുകാട്, M മുകുന്ദൻ, O ചന്ദ്രൻ. ഓപ്ഷൻ ഡി, O ചന്ദ്രനാണ് കറക്റ്റ്. കുമാരി ദിൽഷാമിസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. 2 പോയിന്റുമായിട്ട്. ഒരു പോയിന്റും ഇല്ല. ATRMസിനും ഇതാണ് നമ്മുടെ പോയിന്റ്. ഇപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, അടുത്ത നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ഹാൻഡ്സ് ഓൺ ദ ബസർ. ഹാൻഡ്സ് ഓൺ ദ ബസർ. ഓക്കെ. നന്ദനാർ എന്നറിയപ്പെടുന്നത് ആര്? PC ഗോപാലൻ, PC ഗോപാലൻ. ആൻസർ പറഞ്ഞിട്ട് പോയാൽ മതി. PC ഗോപാലൻ. ഉറപ്പിച്ചു? ഗുരുജി ഉറപ്പിക്കട്ടെ ആൻസർ? ഉറപ്പിച്ചു. P കേശവദേവ്, N മോഹനൻ, SK പൊറ്റക്കാട്. എന്തേ ആർക്കൊന്നും പറയാനില്ല? പറയൂ കുമാരി ദിൽഷ, പറയൂ. N മോഹനൻ, കുമാരി ATR. ബാക്കി ആരൊക്കെ ഉണ്ട്? എങ്ങനെ ഇരിക്കണം?
എസ് കെ പൊറ്റക്കാടാണോ കേശവദേവാണോ അതോ കേശവദേവ് കഴിഞ്ഞിട്ടാണോ എസ് കെ പൊറ്റക്കാട്? ഏതാ എസ് കെ പൊറ്റക്കാട്? കേശവദേവ. കേശവദേവ്. എന്നാ കേശവദേവിന് തരട്ടെ. ഉറപ്പിക്കാം. കൊണ്ടുപോളൂ. ഓപ്ഷൻ ഏതാന്ന് ഓർമ്മയില്ല. എന്തായാലും കേശവദേവ്. അപ്പൊ 2 ചോദ്യങ്ങളുടെ ശരി ഉത്തരം നൽകിക്കൊണ്ട് കുമാരി ദിൽഷ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു നമ്മുടെ മൂന്നാമത്തെ എനിക്ക് ആ കുമാരിയിൽ ചെറിയ എതിർപ്പിട്ട് കേൾക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധയോടെ കേൾക്കാം. ഹാൻഡ്സ് ഓൺ ദി ബസർ. നന്ദനാർ എന്നറിയപ്പെടുന്നത് ആരാണ് നന്ദനാർ? ഞങ്ങക്ക് നന്ദന സിനിമ ആരോ എഴുതിയെന്ന് മതിയോ? രഞ്ജിത്ത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ 2 കുമാരികളെയും നമ്മൾ ഈ ചോദ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ദിൽഷ മിസ്സിനാണ് ആ ഒരു ഊഴം വന്നിട്ടുള്ളത്. ആൻസേഴ്സ് ഓപ്ഷൻസ് പറയാം. പി സി ഗോപാലൻ, പി കേശവദേവ്, എൻ മോഹനൻ, എസ് കെ പൊറ്റക്കാട്. പക്കട്ടു. പി സി ഗോപാലൻ, പി കേശവദേവ്, എൻ മോഹനൻ, എസ് കെ പൊറ്റക്കാട്. നന്ദനൻ മോഹനൻ. അത് വളരെ നല്ല ഒരു ഇതായിരുന്നു. എന്ത് തന്നെയായാലും അവസരം തെറ്റാണ്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. 3 കുമാരികൾ ഈ ചോദ്യത്തിന് തെറ്റുത്തരം നൽകിക്കൊണ്ട് വിജയകരമായി തെറ്റിയിരിക്കുന്നു. അതെ, 3 ക്വസ്റ്റ്യൻസ് തീരുമ്പോൾ നമ്മുടെ സ്കോർ ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ കുമാരി ദിൽഷ 2 പോയിന്റ്, കുമാരി ശ്രുതി 0, കുമാരി 0. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പത്തെ പാടി. വന്നിടുവേ. 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 2, 0. 0 ആരോ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക. ഹാൻഡ്സ് ഓൺ ദ ബസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തൂലിക നാമം. എല്ലാവരും മൈൻഡിലേക്ക് വന്നത് തൂലിക നാമങ്ങൾ. ആനന്ദ് ആരുടെ തൂലിക നാമമാണ്? സച്ചിദാനന്ദൻ, ബെന്യാമിൻ, സി വി രാമൻപിള്ള, എം ടി വാസുദേവൻ നായർ. ഓപ്ഷൻ എ സച്ചിദാനന്ദൻ അല്ലേ? എനിക്ക് ഞാൻ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വലിയ ക്ലാസ്സിൽ പഠിച്ചില്ല, വലിയ ക്ലാസ് സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോ ആദ്യമായി നമ്മുടെ കുമാരി ATR 1 പോയിന്റ്. 2, 0, 1. നമ്മുടെ 4 ക്വസ്റ്റ്യൻ അവസാനിക്കുമ്പോൾ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് കുമാരി ദിൽഷയാണ് എന്നുള്ളത് ഞാൻ വീണ്ടും എന്തിനാണ് മേഘാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു എഴുത്തുകാരൻ ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എനിക്കറിയാം, പി സി കുട്ടിക്കൃഷ്ണൻ. വിത്തൗട്ട് ഓപ്ഷൻ നമ്മുടെ കുമാരി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന മകളെ നിങ്ങൾക്ക് കാണാനേ ആനന്ദാശ്രുവാണ് നമ്മുടെ കുമാരി ശ്രുതിയെ. അപ്പൊ നമ്മുടെ 5ാമത്തെ ചോദ്യത്തിൽ സ്കോർ ബോർഡ് പറഞ്ഞില്ല. ഇതിന് സ്കോർ ബോർഡ് പറഞ്ഞില്ല. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യനിലൂടെ നമ്മുടെ ശ്രുതി മിസ് വഴി തെറ്റി വന്നിരിക്കുകയാണ് നമ്മുടെ സ്കോർ ബോർഡിലേക്ക്. ഇപ്പോഴത്തെ നമ്മുടെ സ്കോർ നില 2, 1, 1. അപ്പൊ നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ അടുത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 2024 ജനുവരി 14 100ാമത് ചരമവാർഷികം ആചരിച്ച മലയാള കവി. ഓക്കെ, ഓപ്ഷൻസ് ആണ്. എഴുത്തച്ഛൻ കുമാരനാശാൻ, വള്ളത്തോൾ, ഇടശ്ശേരി. എഴുത്തച്ഛൻ കുമാരനാശാൻ, വള്ളത്തോൾ, ഇടശ്ശേരി. നേരത്തെ രണ്ടാമത്തെ വള്ളത്തോൾ. അയ്യോ, ഞാൻ വള്ളത്തോൾ. ഞാൻ എഴുത്തച്ഛൻ. ബസ് ആദ്യം അടിച്ചത് കുമാരി ദിൽഷയായിരുന്നു. അപ്പൊ കുമാരി ദിൽഷ വള്ളത്തോൾ. എഴുത്തച്ഛൻ. കുമാരനാശാൻ, വള്ളത്തോൾ, ഇടശ്ശേരി. 100 വർഷമൊക്കെ ഉറപ്പാണ്. ഇടശ്ശേരി, എഴുത്തച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കുമാരികളും ശരി ഉത്തരത്തിനെ മാറ്റി നിർത്തി തെറ്റുത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ
മക്കളെ നമ്മുടെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഔട്ടാക്കിയിരിക്കുകയാണ് ഒരു സാറിന് ശരൺവാർഷികം ആചരിച്ചത് ഇത്തവണ നമ്മുടെ ആരായിരുന്നു? ആശാൻ, നമ്മുടെ അല്ലെങ്കിൽ കുമാരൻ ആശാൻ. നേരത്തെ ആത്മവിശ്വാസം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒന്ന് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ആശാൻ അറിയണമെങ്കിൽ ആദ്യം വീണപ്പൂ എന്താണെന്ന് അറിയണം. വീണപ്പൂ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളത് തെറ്റിച്ചത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആശാന് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു കാര്യം പറയാതെ കുമാരനേഷൻ അറിയായിട്ടല്ലോ 100 ജന്മോശം അതെ കുമാരേഷൻ അത്ര വയസ്സിന്റെ നമുക്ക് ഭയങ്കര ബുദ്ധിയാണെന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ 6 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു മാറ്റവും ഇല്ല. 2, 1, 1. നമ്മൾ വരും. എന്തെങ്കിലും മാറ്റണ്ടേ? സ്കോർ ബോർഡ് തിരുത്തി കുറിക്കണ്ടേ? ആരായിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മകളെ, ആരായിരിക്കും ലാസ്റ്റ് നമ്മുടെ വിന്നർ ആവുന്നത്? കുമാരി ദിൽഷയാണോ, കുമാരി ശ്രുതിയാണോ, കുമാരി ATR ആണോ? എല്ലാവരും ആ ബസറിലെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് അവസാനം കപ്പാരടിക്കും. കുമാരി ATR അല്ലേ പേര് മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് മകളെ. നമ്മുടെ 7ാമത്തെ ചോദ്യം, ഹാൻഡ്സ് ഓൺ ദ ബസർ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ സ്വന്തം, നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ കഥകൾ വായിച്ചിട്ടുള്ള ആളാണ്. 2024 80 വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവൽ ഓപ്ഷൻസ് ഉണ്ട്. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, ബാല്യകാലസഖി. അങ്ങനെ നമ്മുടെ ബസർ അടിച്ചുകൊണ്ട് പോയിന്റ് നേടുമോ, പോയിന്റ് നേടില്ലേ? നമുക്ക് ഇനി അതാണ് അറിയാനുള്ളത്. ഏതാണ് ബാല്യകാലസഖി? ബാല്യകാലസഖി കുറെ തവണ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വെക്കേഷൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മക്കളെ വായിച്ചാൽ വളരും വളരും എന്ന് പറയുന്നത്. വായന കൊണ്ട് കണ്ടോ നമ്മുടെ ശ്രുതി മിസ് നേടിയിരിക്കുകയാണ് ഒരു പോയിന്റ്. അങ്ങനെ നമ്മുടെ ശ്രുതി മിസ് ദിൽഷാമിസിനൊപ്പം ഘട്ടക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു പോയിന്റുമായി നമ്മുടെ ATR മിസ് വിഷമിക്കുകയാണ്. 8ാമത്തെ ചോദ്യം, ഹാൻഡ്സ് ഓൺ ദ ബസർ. അപ്പോൾ അടുത്ത ചോദ്യം, ലോക പുസ്തക ദിനം ഓപ്ഷൻസ്: ഏപ്രിൽ 23, ഏപ്രിൽ 25, ഏപ്രിൽ 20, ഏപ്രിൽ 5. മലയാളം വേണം, ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ഏപ്രിൽ 23, ഏപ്രിൽ 25, ഏപ്രിൽ 20, ഏപ്രിൽ 5. അപ്പൊ നമ്മുടെ കുമാരി ATR 2 എത്തുമോ? നിൽക്കും. ഏപ്രിൽ തന്നെയല്ലേ? ഏപ്രിൽ 23 ഏപ്രിൽ പോയി. ഏപ്രിൽ ഒന്നുകൂടി ഉറപ്പിച്ച് പറയൂ. ഏപ്രിൽ 23. അങ്ങനെ നമ്മുടെ കുമാരി ATR 2 പോയിന്റ്. ഇവിടെയാണ് ഈ കളി ആരംഭിക്കാൻ പോകുന്നത്. ഇനി ആരായിരിക്കും ആദ്യം പോയിന്റ് നേടുന്നത്? അതാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ 8 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2, 2, 2 എന്നുള്ളതാണ് നമ്മുടെ സ്കോർ ബോർഡ്. ഇനി ആര് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? വീഡിയോ പോസ് ചെയ്യാ, എന്നിട്ട് നിങ്ങൾക്ക് ആര് ജയിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ശരിയാവോ നോക്കാം. ആരുടെ പ്രഡിക്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ബസറിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആരുടെ നോവൽ ആസ്പദമാക്കിയ സിനിമയാണ് ആടുജീവിതം? ഓപ്ഷൻസ്: ബെന്യാമിൻ, കോവിലൻ, പോൾ സക്കറിയ. നമ്മൾ എത്ര കേട്ടിരിക്കുന്നു ബെന്യാമിന്റെ ആടുജീവിതമല്ലേ. അപ്പൊ നമ്മളെ സിനിമ കണ്ടിട്ടുണ്ട്. 3ാമത്തെ പോയിന്റ് ആണ് മകളെ കരസ്ഥമാക്കി. 9 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ദിൽഷാമിസ് വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം 3 ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ നമ്മൾ സ്കോർ ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ 3, 2, 2. ഇനി നമുക്ക് 3 ചോദ്യങ്ങളാ ബാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ
സാഹിത്യകാരനാണ്. കാര്യനാണോ കാര്യം? കാരനാണ്. ഇപ്പൊ കിട്ടുന്ന കാരനാണോ കാര്യമാണോ? അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാം. ഓപ്ഷൻ 1 ഡോക്ടർ KP സുധീരൻ, T പത്മനാഭൻ, MT വാസുദേവൻ നായർ, സച്ചിദാനന്ദൻ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ സുധീരയാണോ, പത്മനാഭനാണോ, വാസുദേവൻ നായരാണോ? അടിക്കുന്നില്ലേ? എന്താ അറിയില്ല. ജ്യോതി മന്നില തീം അവിടെ അതിരെയും മറ്റേ ബഗീരയും പറഞ്ഞ സുധീര തെറ്റല്ലേ? കുമാരി ദിൽഷ വിജയകരമായ ഒരു ഉത്തരം തെറ്റിച്ചിരിക്കുന്നു. ഒരു നിമിഷം പേടിച്ചു പോയി കിട്ടിയോ? ഇത് നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾ ആരാണ് ആദ്യം ബസ്സിലടിക്കുന്നത്? ഞാൻ ബസ്സിലടിച്ചില്ല. ബസ്സിലടിക്കുക ആൻസർ പറയൂ. ആർക്കും അറിയില്ല. ഇത് ഞാൻ പറയും. നമ്മുടെ സുധീര ഔട്ടായിരിക്കുന്നു. പാസ്. ഈ പത്മനാഭൻ, MT വാസുദേവൻ നായർ, പാസ്. വെറുതെ വേണ്ട, ഒരു റിസ്ക് എടുക്കണ്ട. വേണ്ട. ഇതിന്റെ ആൻസർ കുട്ടികളോട് ആ കുട്ടികൾ കമന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ ഇവർക്ക് ആർക്കും അറിയില്ല മക്കളെ അപ്പൊ പറയാം. answer നിങ്ങളെ പറയാം. ചെയ്യണം. ഇതിന്റെ ആൻസർ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യേണ്ടതാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. T പത്മനാഭൻ, MT വാസുദേവൻ നായർ, സച്ചിദാനന്ദൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ സ്കോർ ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ 3, 2, 2. ഇനി 2 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. അടുത്തത് ഒരു വനിതയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാ വനിതകളും ആൻസർ പറയാം. നമ്മൾ എല്ലാവരും വനിതകളാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഓപ്ഷൻസ് ഓപ്ഷൻസ് കമല സുരയ്യ, ബാലാമണി അമ്മ, സാറ തോമസ്, TA സരസ്വതി അമ്മ. ആരാണ് അവിടെ അത്രയും വലിയൊരു ഹോയിലിട്ടത്? എന്റെ ബസ് ആദ്യം ബസ് അടിച്ചത്. നീട്ടം കൂടിയിട്ട് കാര്യമില്ല, ആദ്യം അടിക്കുന്നതിലാണ് കാര്യം. നീട്ടി അങ്ങ് അടിക്കുക. ഇവിടെയാണ് ആദ്യം. ഐ തിങ്ക് ബാലാമണിയമ്മ. ഉറപ്പിക്കുന്നു. Yeah. ബാലാമണിയമ്മയുടെ കൂടെ നിങ്ങൾ പോകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ശ്രുതി മിസ് വീണ്ടും മകളെ തിരിച്ചു വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ് കറക്റ്റ് ഉത്തരം പറഞ്ഞുകൊണ്ട് ശ്രുതി മിസ് നമ്മുടെ സ്കോർ ബോർഡിലേക്ക് ഇടിച്ചു കയറി വന്നിരിക്കുകയാണ്. 3, 2. ഇനി ഇവിടെയാണ് നമ്മുടെ കളി മാറുന്നത്. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഈ ഒരു ക്വിസ് മത്സരത്തിൽ ആരായിരിക്കും വിജയിയാവാൻ പോകുന്നത്? ATR മിസ് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഇതൊരു ടൈലായിരിക്കും അവസാനിക്കുന്നത്. അഥവാ ദിൽഷ മിസ് പറയുകയാണെങ്കിൽ നമ്മുടെ വിന്നർ ആയിക്കോട്ടെ ദിൽഷ മിസ് വരുന്നതായിരിക്കും. ഇനി അതല്ല ശ്രുതി മിസ് ആൻസർ പറയുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ക്വിസ് മത്സരത്തിന്റെ വിജയിയായി മാറുന്നത് കണ്ടറിയാം. ഇതാണ് ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് താഴെ കമന്റ് ചെയ്യാം. വിന്നർ പ്രഡിക്ഷൻ നമ്മുടെ അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ മുന്നേറുകയാണ്. ഹാൻഡ്സ് ഓൺ ദ ബസർ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാനുണ്ടല്ലോ, ആശാൻ കുമാരൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ഖണ്ഡകാവ്യമാണ്. കരുണ, ദുരവസ്ഥ, ആത്മാവിൽ ഒരു ചിത, ഒരു ദേശത്തിന്റെ കഥ. ആദ്യം പഠിച്ചിരിക്കുന്നത് ഉത്തരം പറയുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. കരുണയാണോ അതോ ആത്മാവിന്റെ ചിതയാണോ? ലഹളയാണല്ലോ അല്ലെ, ലഹളയില് കരുണ നിർബന്ധമാണ്. ആണോ? ആഹാ, ആ മുഖത്തൊരു കരുണാഭാവം കാണിക്കൂ. അപ്പൊ മക്കളെ, നിങ്ങളുടെ എല്ലാ പ്രഡിക്ഷനെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കുമാരി ദിൽഷ അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അവസാനത്തെ ഉത്തരത്തില് കുമാരി ദിൽഷ തെറ്റുത്തരം നൽകിയിരിക്കുകയാണ്. ഇവർക്ക് ഞാൻ ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. ഇവരിൽ ഇനി ATR ആണ് ആദ്യം. ഒരു ഓപ്ഷൻ കാണുന്നതിന് ഇനി നമ്മുടെ മുന്നിൽ 3 ഓപ്ഷൻ ആണുള്ളത്. ആത്മാവിൽ ഒരു ചിത, ഒരു ദേശത്തിന്റെ കഥ, ദുരവസ്ഥ. ഇത് വേണോ? ഫോൺ ഫ്രണ്ട്
വേണ്ട, റിജക്റ്റഡ്. നമ്മുടെ ശരിയായിട്ടുണ്ട്. മിസ് ദുരവസ്ഥ, പ്ലീസ് ലോക്ക് ഓപ്ഷൻ കുറച്ച് നേരം ഇനിയുള്ള നമ്മുടെ ഇവരുടെ അവസ്ഥയല്ല ഞാൻ ചോദിച്ചത്, ഈ ഓപ്ഷന്റെ ആൻസർ ആണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ ആൻസർ എന്താണ്? പ്ലീസ് ലോക്ക് ദുരവസ്ഥ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അത് തെറ്റാണ്. ഓപ്ഷൻ ഉറപ്പിക്കുന്നു. എങ്ങനെയാണെങ്കിൽ അബ്ബാസ് അടിച്ചുകൊണ്ട് ഒന്നും കൂടി ആ ഉത്തരം ഉറക്കെ വിളിച്ച് പറയുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ സ്കോർ ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ 12ാമത്തെ ചോദ്യത്തിൽ കൂടി ആ ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വായനാ ദിനത്തിന്റെ ക്വിസ് മത്സരം ഇവിടെ കർട്ടനിടുമ്പോൾ നമ്മുടെ സ്കോർ ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ കുമാരി ദിൽഷ 3 പോയിന്റ്, കുമാരി ശ്രുതി 3 പോയിന്റ്, കുമാരി ഏട്ടിയ 2 ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് അല്ലെ അപ്പ ആദ്യം 0-ലായിരുന്നു. നമ്മുടെ കുമാരി മൂന്നാമത്തെ പോയിന്റും കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ 12 ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ 3 കുമാരികളും ഇവിടെ 3 സ്കോർ. ഇനി ഒരു വെച്ച് ഇവിടെ ആരും എക്സ്ട്രാ പോയിന്റ് പോകുന്നില്ല. ഒരു എക്സ്ട്രാ പോയിന്റ് വേണ്ടി ഇനി ഇവിടെ ആരും പരിശ്രമിക്കേണ്ട. അപ്പൊ മകളെ നമ്മുടെ ഈ ഒരു വായനാദിന ക്വിസ് മത്സരം അവസാനിക്കുമ്പോൾ 3 പേർക്കും ഒരേ സ്കോർ നിലയാണ് അല്ലെ. അപ്പൊ മകളെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ, ആരാണ് ഇതിൽ കൂടുതൽ വായിക്കുന്നത്, ആരായിരിക്കും ശരിക്കും ഇതിന്റെ വിഷയാവാം? എന്റെ കുട്ടികളുടെ മനസ്സിലാക്കും ഇവരിൽ ആര് ഏത് കുമാരിക്കായിരിക്കും ഇവിടെ ശരി ഉത്തരം അപ്പൊ മക്കളെ ഞങ്ങൾ എല്ലാവരും ജയിച്ചിരിക്കുന്നു. തോമസ് തൊട്ട് വിട്ടോളാം.